കഴിഞ്ഞ RPF SA എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. 8-3-246 3-7-213 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ആൻസർ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ RPFൻ്റെ നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സുകൾ കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് RPFൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസണിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിസ്സിംഗ് നമ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ മിസ്സിംഗ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളായ അനലോഗി, അതേപോലെ സീരീസ്, ഈ ടോപ്പിക്കുകളുടെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പോലെയാണ് വരുന്നത്. നമുക്ക് അവിടെ ഡയറക്റ്റായിട്ട് ഇന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? സീരീസ് ആകുമ്പം ഒരു ഓർഡർ തന്നിട്ട് അടുത്ത് എന്ത് വരും? പക്ഷെ അത് ഇവിടെ വേറെ രീതിയിൽ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതേ ഉള്ളൂ. വീണ്ടും നമുക്ക് ആ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പോൾ RPFന് SIക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇപ്പം 8-3-246 ഇപ്പം നമ്മളിത് ആഡ് ചെയ്തോ മൾട്ടിപ്ലൈ ചെയ്തോ ഒക്കെ നോക്കിയാൽ പെട്ടെന്ന് കിട്ടാൻ പാടാണ്. ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കിട്ടും. അതുകൊണ്ട് ഇവിടെ 8ൻ്റെയും 3യുടെയും പ്രോഡക്റ്റ് ആണ് ഈ വന്നിരിക്കുന്നത്. ഈ 246 എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാതെ ഇത് 24-6 എടുത്താൽ അവിടെ ആൻസർ കിട്ടും. അവിടെ 8 × 3 എന്ന് പറയുന്നതാണ് എന്ത്? 24 എന്ന് പറയുന്നത്. വീണ്ടും ആ 6 അന്നേരം എങ്ങനെ വന്നു? ഈ 2 4 ആഡ് ചെയ്താൽ 6 കിട്ടത്തില്ലേ? 2 4 ആഡ് ചെയ്താൽ 6 കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു നടുക്കുള്ള നമ്പർ വന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കി 3 7 3 × 7 എത്രയാണ്? 3 × 7 21 ആണ്. വീണ്ടും ആ 2ഉം 1 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 3 കിട്ടുന്നത്. അങ്ങനെയാണ് അവിടെ 213 വന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇനി എളുപ്പം പറയാം. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? 3 × 5 15, ദെൻ ഈ 1 + 5 എന്താണ്? 6. അങ്ങനെയാണെങ്കിൽ ആദ്യം കിട്ടിയ 15ഉം രണ്ടാമത് വന്ന 6 കൂടെ അടുപ്പിച്ചെഴുതുന്നു. 156 എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിശ ആപ്പ് വഴിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ RPFൻ്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും, അതായത് റീസണിങ്, മാത്സ് എല്ലാത്തിൻ്റെയും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് റെക്കോർഡായിട്ടോ അല്ലെങ്കിൽ ലൈവായിട്ടോ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നിങ്ങൾ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. ഇത് നിങ്ങൾ പാഴാക്കി കളയരുത്. നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വീണ്ടും അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 1922. ഓക്കെ, 1922 ദെൻ ഇവിടെ വന്നിരിക്കുന്നത് 413. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇത് ഒന്നുകൂടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഈ 1922 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ വലിയ നമ്പറായി പോകും. 413 അടുത്ത് അതിനെക്കാട്ടിലും വലിയ നമ്പറാണ് വരിക. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് 413 അല്ലേ? 413 എന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്യുമ്പം 22 + 19 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 41 ആണല്ലോ. 22 + 19 എന്ന് പറഞ്ഞാൽ 41 ആണ്. നമുക്ക് അടുത്ത എക്സാമ്പിളോടെ ജസ്റ്റ് നോക്കാം. 11 32 ആഡ് ചെയ്താൽ അവിടെ എന്ത് വരും? 11 32 ആഡ് ചെയ്താൽ അവിടെ 43 വരുമല്ലോ. അപ്പോൾ വീണ്ടും ഇവരുടെ കൂടെ ഇവിടെ ഒരു 3 വന്നിട്ടുണ്ട്. ഇവിടെ അഡീഷണൽ ആയിട്ട് ഇവിടെ 43 ഉണ്ട്, പക്ഷേ അഡീഷണൽ ആയിട്ട് ഒരു 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3യും ആരുമായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്? 3 എന്നാണ് 1922 ഡിഫറൻസ് എടുത്താൽ 3 വരും. പക്ഷെ അങ്ങനെയാണോ? ഇവിടെ ആണെങ്കിൽ അങ്ങനെയാണ്. ഡിഫറൻസ് എടുത്താൽ 21 അല്ലേ വരുന്നത്? ആ 21 ആണ് ഇവിടെ വന്നേക്കുന്നതല്ല. അപ്പോൾ ഈ 19 22 റിലേറ്റഡ് അല്ല. നമുക്ക് കിട്ടിയ ഈ 41, ഈ 4ഉം 1 റിലേറ്റഡ് തന്നെയാണ്. എന്താണ്? ഇവരുടെ ഡിഫറൻസ് അല്ലേ? ഇവരുടെ ഡിഫറൻസ് അല്ലേ? അതായത് 4 - 1 ആണ് ആ 3 എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആദ്യം കിട്ടിയ സം ആദ്യം എഴുതുന്നു. ദെൻ ആ സം കിട്ടിയ നമ്പറിലെ ഡിജിറ്റുകളിൽ എന്ത് ചെയ്യുന്നു? അവരുടെ ഡിഫറൻസ് എടുക്കുന്നു. കാര്യം മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണ് 413 എന്ന് വന്നത്. ഇവിടെ നിന്നാണ് കറക്റ്റ് അല്ലേ? ഈ 4നും 3യുടെ ഡിഫറൻസ് ആണ് 1 എന്നുള്ളതാണ് 431 എന്ന് വന്നത്. അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? ഇവിടെ ആണെങ്കിൽ 42 + 12 എന്തായി? 54 ആയി. ദെൻ 54ൻ്റെ കൂടെ ഈ 5ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ എന്താവും? 1 ആവില്ല. അപ്പോൾ ആ 1 എന്നുള്ളത് അതിൻ്റെ കൂടെ കൊടുക്കുമ്പം 541 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ കാര്യം ക്ലിയർ. അതായത് ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ട ആ 3 ഡിജിറ്റുകളായിട്ട് തന്നെ പറയാം. ഈ ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ അപ്പുറത്തുള്ള ആൾക്കാരുടെ സമ്മാണ്. ഇനി ഇവിടെ വരുന്ന ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ഈ സമ്മിൻ്റെ, ഈ A എന്നും B എന്നും പറയുന്ന ഈ സമ്മിൻ്റെ ഡിഫറൻസ് ആണ് എന്ത് വരുന്നത്? ആ 3rd ഡിജിറ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക്
ആൻസർ വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ട് ശീലിച്ചിട്ടില്ല എങ്കിൽ എന്താണ് എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്കത് നല്ല പാടായിട്ട് തോന്നും. അപ്പോൾ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു ട്രീ പോലെ, ഇപ്പോൾ ഇത് പല പല രീതിയിലാണ് വരുന്നത്, എപ്പോഴും ഒരേ രീതിയിലല്ല. ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഉണ്ട്, അത് ബോക്സ് ടൈപ്പ് ഉണ്ട്, അതേപോലെ സർക്കിൾ ടൈപ്പ് ഉണ്ട്, അതാണ്ട് ഇങ്ങനെ ട്രീ ആയിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനത്തെ രീതിയിലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ 12, 8 എങ്ങനെ 80 കണക്റ്റ് ആയി, 16, 7 എങ്ങനെ 207 കണക്റ്റ് ആയി, ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഇത് പെട്ടെന്ന് ഇത് ആദ്യമായിട്ടൊക്കെ നോക്കുന്നവർക്ക് ഇച്ചിരി പാടായിരിക്കും. ഇപ്പോൾ എന്താണ് സംഭവം, ഇവിടെ സ്ക്വയർ റിലേറ്റഡ് ആണ്. സ്ക്വയർ റിലേറ്റഡ് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും, രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ അത് സ്ക്വയർ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞാൽ, ഈ മേളിൽ വന്നേക്കുന്ന രണ്ട് നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് താഴെ തന്നേക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. ശരിയല്ലേ? 12ന്റെ സ്ക്വയർ 144 അല്ലേ, 144 - 64 അല്ലേ ഈ 80 എന്ന് പറയുന്നത്. വീണ്ടും 16, 7 അവരുടെ സ്ക്വയറുകളല്ല, നമുക്കിപ്പോൾ ഒരിടത്ത് കിട്ടിയെന്ന് കരുതി അതാണ് ശരിയെന്ന് നിങ്ങൾ ഉറപ്പിക്കരുത്. എന്ത് ചെയ്യുക, നമുക്ക് തന്നേക്കുന്ന അടുത്ത എക്സാമ്പിളിലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക, എന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ രീതിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കി, 16 സ്ക്വയർ - 7 സ്ക്വയർ 246 - 49 അവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 207 കിട്ടത്തില്ല. അപ്പോൾ അത് നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ആയി, ഇപ്പോൾ കൺഫേം ആയി, ഇത് തന്നെയാണ്. ഇപ്പോൾ 25 സ്ക്വയർ - 21 സ്ക്വയർ, അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തായി, നമുക്ക് വേണ്ട ആൻസർ 625 - 441 എന്നുള്ള വരും. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് 184 എന്നുള്ള ഓപ്ഷൻ സി ആണ്. ഇത് ഞാൻ വേറെ രീതിയിൽ പറയാമെന്ന് പറഞ്ഞത്, സംഭവം ഇത് തന്നെയാണ്. എന്താണ്, ഇവരെ തമ്മിൽ ആഡ് ചെയ്യുക, ഈ 12, 8 ആഡ് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറല്ലേ 12, 8 ആഡ് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിനെ ഇവരുടെ ഡിഫറൻസ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 4, അതായത് ഇവിടെ വരുമ്പോൾ 20 × 4 എന്ന് പറഞ്ഞാൽ 80. ഇത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്നാൽ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 23 × ഇവിടെ ഡിഫറൻസ് 9, 23 × 9 ചെയ്താലും 207 കിട്ടും. സത്യത്തിൽ ഇത് രണ്ടും ഒന്നല്ലേ, a² - b². അതാണ്ട് ഈ ഫോർമാറ്റിലല്ലേ ഇവിടെ കിടക്കുന്നത്. ഈ a² - b² എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, a + b × a - b എന്ന് എഴുതാം. ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് രീതിയിൽ പറയാനേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്, മനസ്സിലായി. a + b × a - b രീതിയിലാണ് ഇവിടെ പറഞ്ഞത്. സ്ക്വയറുകൾ സബ്ട്രാക്ട് ചെയ്യുന്നത് തന്നെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ എനിവേ ആൻസർ എന്താണ് 184 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ വീണ്ടും ഒരു ബോക്സ് ടൈപ്പ്, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ മിസ്സിംഗ് നമ്പർ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ഒരു ബോക്സ് ടൈപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഇങ്ങനെയാണോ, അതായത് 3, 6, 8 തമ്മിലാണോ ബന്ധം, അതോ 3, 5, 4 തമ്മിലാണോ ബന്ധം, അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ നോക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു രീതിയിൽ നോക്കാം, അവിടെ കണക്ഷൻ ഒന്നും വരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, പാറ്റേൺ ഒന്നും വരുന്നില്ല എങ്കിൽ വീണ്ടും അടുത്ത രീതിയിൽ നോക്കാം. അപ്പോൾ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല എങ്ങനെ വരുമെന്ന്. ഓക്കെ, ആ നമ്പേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത കണ്ട് നമ്മൾ നോക്കിയെടുക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്പേഴ്സിനൊന്നും പ്രത്യേകതയായിട്ടില്ല. നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു രീതിയിൽ നോക്കുക. ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുന്നവരാണ്, നോക്കിയാൽ 3, 6 ആഡ് ചെയ്താൽ 9, വന്നേക്കുന്ന 8 ആണ്. അപ്പോൾ ആഡ് ചെയ്തതൊന്നുമല്ല. വീണ്ടും 5, 8 വന്നേക്കുന്ന 4, അതുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ടോപ്പ് ടു ബോട്ടം നോക്കിയേ, 3, 5 ആഡ് ചെയ്താൽ 8 വന്നേക്കുന്ന 4. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇവർ രണ്ടുപേരും തമ്മിൽ ആഡ് ചെയ്യണമെന്നില്ല. ഈ ആദ്യത്തെ ആളോ അവസാനത്തെ ആളോ ആവാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അടുത്തവിടെ നോക്കിയാൽ 6, 8, 40 വന്നേക്കുന്ന 7. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെ എടുക്കുമ്പോൾ, ഇങ്ങനെ ടോപ്പ് ടു ബോട്ടം എടുക്കുമ്പോൾ ഈ 3ഉം 5ഉം ആഡ് ചെയ്യും. ആ കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 4 കിട്ടത്തില്ലേ. ഇവിടെയും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ, 6 + 8/2 14/2 7 ഉറപ്പിക്കാം, അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പാറ്റേൺ, നമ്മൾ ടോപ്പ് ടു ബോട്ടം എടുക്കുകയാണ്, മേളിയും താഴേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 പേരെ ആഡ് ചെയ്യുക, അതിൻ്റെ പകുതി എടുക്കുക, 12/2. അപ്പോൾ എന്ത് കിട്ടും, 6 എന്നുള്ളതാണ് നമുക്ക് വേണ്ട ആൻസർ. ഓപ്ഷൻ എ 6 എന്നുള്ളതാണ് ഫൈനൽ ആൻസറായിട്ട് വരും. കാര്യം മനസ്സിലാക്കി എടുക്കുക. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആകാം, ടോപ്പ് ടു ബോട്ടം ആകാം. ഇപ്പോൾ രണ്ട് രീതിയിൽ നോക്കുക, ഏതാണ് നമുക്ക് പെട്ടെന്ന് പാറ്റേൺ കിട്ടുന്നത് നോക്കുക, അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക, ആൻസർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, വീണ്ടും ഒരു ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ നോക്കുക, അവിടെ അഡീഷൻ ആകാം, സബ്ട്രാക്ഷൻ ആകാം, മൾട്ടിപ്ലിക്കേഷൻ ആകാം, പല രീതിയിൽ വരാം, ഇവരുടെ കോമ്പിനേഷൻ ആയിട്ടും വരാം. അപ്പോൾ നോക്കി ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾ ഈ രീതിയിൽ നോക്കിയാൽ, ഇങ്ങോട്ട് നോക്കിയാൽ 2, 4, 3. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം നമുക്ക് നോക്കാൻ എളുപ്പം എന്നാണ് ഇങ്ങനെയുള്ള ഇവിടെ 3 പേര് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാനാണ് എളുപ്പം. പക്ഷേ അവിടെ റിലേഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അടുത്ത മെത്തേഡ് നോക്കുക.
ഇവിടെ നോക്കിയാൽ ഇവർ തമ്മിൽ ആഡ് ചെയ്താലോ ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലോ എന്തെങ്കിലും രീതിയിൽ കണക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. ആഡ് ചെയ്തിട്ട് ഡിഫറൻസ് എടുത്താലോ ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അവിടെ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഈ താഴെ വന്നേക്കുന്ന എന്താണ്, ഒരു വലിയ നമ്പറാണ്. ഓക്കെ, ഇവിടെയും അത് ആ രീതിയിലാണ്. അതായത് ഇവരെ 3 പേരോടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ. അപ്പോൾ ഇവർ 3 പേരും തമ്മിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ഈ നമ്പർ വരാൻ അങ്ങനെയാണ് കൂടുതൽ സാധ്യത. അപ്പോൾ നോക്കിയേ, 2ഉം 3 ആഡ് ചെയ്താൽ 5, 6 ആഡ് ചെയ്താൽ 11, പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഇനി ഇവരെ 3 പേരോടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താലോ ഇവിടെ വരുമ്പോൾ 36 ആയിപ്പോവും. ഇനി ഏതെങ്കിലും 2 പേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റേ ആൾ ആഡ് ചെയ്യുന്ന രീതിയിലാകാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ 2 × 3 6 + 6 12 ആയിപ്പോവും. അപ്പോൾ നോക്കി ഇവരെ 2 പേരെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ 18 ആയല്ലോ, ഒരു 2 ആഡ് ചെയ്ത് 20 ആയല്ലോ. അപ്പോൾ എന്താണ് സംഭവം ഇവിടെ വരുന്നത്, ആ 2 + 2 ആഡ് ചെയ്യുക എന്തിൻ്റെ കൂടെ, ആ അടുത്ത 2 പേരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ നമുക്ക് വേണ്ട ലാസ്റ്റ് നമ്പർ കിട്ടും. ഇതാണ് ഇവിടെ. ഇപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് ഉറപ്പിക്കരുത് ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ, 4 + 6 × 7. അപ്പോൾ ഇവിടെ എന്ത് വരും, 4 + 42 46 കിട്ടിയില്ലേ. അപ്പോൾ ആൻസർ എളുപ്പമായാലും എന്ത് ചെയ്യുക, 3+, അതായത് ഇവരെ 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുക. 8 × 5 40. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നോക്കി തന്നെ പറയാം. 40 + 3 43. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ വരും. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പെട്ടെന്ന് ആൻസറുകൾ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് എന്ത് ചെയ്യില്ല, ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടത്തില്ല. ഓക്കെ, വീണ്ടും ഒരു ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 1 11 20 120. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനെ നോക്കാം. 1 + 2 3 വന്നു. ഇവിടെ വരുമ്പം ഇത് നമ്മൾ ആഡ് ചെയ്ത 18, അവിടെ കണക്ഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ടോപ്പ് ടു ബോട്ടം നോക്കിയാൽ 1 11 120 വരും. 2 7 45. അപ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ ഇത് സ്ക്വയർ നമ്പേഴ്സൊക്കെ കാണാതെ പഠിച്ചവർക്ക് പെട്ടെന്നൊന്ന് ആലോചിക്കാൻ പറ്റും. അതുകൊണ്ട് 11 സ്ക്വയർ 120 വേണം, പക്ഷേ 120 വന്നു. ഇപ്പോൾ എന്തായിരിക്കും കാര്യം, ഇവിടെ 7 സ്ക്വയർ 49 വന്നേക്കുന്ന അതിനോട് അടുത്തുള്ളൊരു നമ്പറാണ്. ഇപ്പോൾ എന്തായാലും അപ്പോൾ അവിടെ ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ആൻസർ കിട്ടും. 11 സ്ക്വയറിൽ നിന്ന് ഈ ഒരു 1 കുറച്ചാൽ 120 ആവില്ലേ. 11 സ്ക്വയറിൽ നിന്നും ഒരു 1 കുറച്ചാൽ 120 ആവും. അപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ? 7 സ്ക്വയറിൽ നിന്ന് 2 കുറച്ചാൽ 7 സ്ക്വയറിൽ നിന്ന് 2 കുറച്ചാൽ 47 ആണ്. പക്ഷേ 45 അല്ലേ വന്നേ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൽ നിന്നൊരു 4 കുറച്ചാൽ 45 ആവില്ലേ. അപ്പോൾ ആ 4 എങ്ങനെ ബന്ധപ്പെടാം, 2ൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ. അതായത് ഇവിടെ 1 അല്ലായിരുന്നു, നമ്മൾ 1ൻ്റെ സ്ക്വയറായിട്ട് വേണമായിരുന്നു കൺസിഡർ ചെയ്യാം. കാര്യം ക്ലിയർ ആയി. കാരണം 1ൻ്റെ സ്ക്വയറും സെയിം ആയതുകൊണ്ടാണ് അവിടെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ. പക്ഷേ ഇതെടുത്തപ്പോൾ ആ വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അവിടെ 2 എടുത്താൽ പോരാ, 2ൻ്റെ സ്ക്വയർ എടുക്കണം. അതായത് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ കാര്യം ക്ലിയർ ആയോ? ഇപ്പം സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് ഈ തന്നേക്കുന്നത്. അതായത് ഇതാണ് 45 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എടുത്താൽ ആൻസർ ആവും 5 സ്ക്വയർ - 3 സ്ക്വയർ 25 - 9 16 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയ? ഓപ്ഷൻ സി 16 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. അപ്പോൾ കാര്യം എങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അനലോഗിയിലും സീരീസിലും പഠിച്ച കാര്യങ്ങളാണ്. ഇതിപ്പോൾ അനലോഗിയിൽ നമുക്ക് തരുവായിരുന്നതാണ് ഇങ്ങനെ 1 11 120 ഇങ്ങനെ ക്ലിയർ ആയിട്ട് തരും. അപ്പോൾ നമുക്കത് ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെയാണ് ആ ഒരു റിലേഷൻ വരുന്നതെന്നുള്ളത്, ഇവർ 3 പേരും തമ്മിലാണ് ബന്ധം എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഇങ്ങനെയാണോ അതോ ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ നോക്കാനൊരു ടൈം എടുക്കും. മനസ്സിലായി? അപ്പോൾ ആ ഒരു കാര്യമുള്ളവർ ശ്രദ്ധിക്കേണ്ട. നമ്മൾ പഠിച്ച കാര്യം തന്നെ വേറെ രീതിയിലാണ് ചോദിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ സർക്കിൾ ടൈപ്പിലേക്ക് പോവുകയാണ്. സർക്കിൾ ടൈപ്പ് വരുമ്പോഴും അവിടെ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ സർക്കിളിനകത്ത് വരുന്ന ആൾക്കാർ ഒരു സീരീസ് രീതിയിലായിരിക്കും. അതായത് ഇങ്ങനെ 8 17 35 അടുത്ത എന്ത് വരും അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ തമ്മിലായിരിക്കാം റിലേഷൻ. ഇപ്പം ഇങ്ങനെ സെക്ടറായിട്ട് തിരിച്ചായിരിക്കുമല്ലോ തരുന്നത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്നവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമായിരിക്കാം. അപ്പോൾ അത് അനലോഗി രീതിയിൽ, അതായത് 8 വന്നപ്പോൾ 35, അങ്ങനെയാണെങ്കിൽ 17 വന്നാൽ എന്ത് വരും ആ രീതിയിലും ആകാം. മനസ്സിലാവും? അങ്ങനെ 2 രീതിയിലും വരാം. ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് 2 രീതിയിൽ നോക്കാം. ചിലപ്പം ഏതെങ്കിലും ഒരു രീതിയിലേ കിട്ടും, ചിലപ്പോൾ 2 രീതിയിലും കിട്ടും. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കി, ഇത് നിങ്ങൾ ഒരു സീരീസ് രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 8 17 35 കിട്ടിയില്ലേ. എന്താണ് അവിടെ റിലേഷൻ വരുന്നത്? × 2 + 1 എന്ന് പറഞ്ഞൂടെ. അതായത് ഡബിൾ എടുക്കുക, 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ അത് സാറ്റിസ്ഫൈ ആവുന്നില്ല. × 2 + 1 സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അങ്ങനെയാണ് ആൻസർ എന്താണ്? 35 × 2 + 1 71 കിട്ടിയില്ലേ. ഒറ്റയടിക്ക് നമുക്ക് ആൻസറായി. ഓപ്ഷൻ ബി 71. ഇനി ഈ രീതിയിൽ അനലോഗി രീതിയിൽ കൺസിഡർ ചെയ്താലും കിട്ടും. ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യാം?
ഒന്നെങ്കിൽ ഇൻറ്റു 4 + 3 എന്ന് പറയാം. ഇൻറ്റു 4 32 + 3 35, അല്ലെങ്കിൽ ഇൻറ്റു 5 - 5. ഇപ്പോൾ ഇൻറ്റു 5 - 5 എടുത്താൽ ഇവിടെ വരുമ്പോൾ 17 × 5 എന്ന് പറയുന്നത് 85 ആണ്. 85 - 5 80, ഓപ്ഷനേ ഇല്ല. അപ്പോൾ അങ്ങനല്ല, ഇൻറ്റു 4 + 3 എന്നുള്ള രീതിയിൽ എടുത്താലോ? ഇവിടെ നോക്കി 17 × 4 + 3 എന്നുള്ള എന്ത് വരും? 17 × 4 68 + 3 71. അന്നേരം നമുക്ക് സെയിം ആൻസർ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്താലും എന്താണ് ആൻസർ സെയിം ആണ്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു രീതിയിൽ കിട്ടുന്നില്ല എങ്കിൽ അടുത്ത രീതിയിൽ നോക്കാം, അവിടെ ആ രീതിയിലാകാം. ചിലപ്പോൾ രണ്ട് രീതിയിലും കറക്റ്റ് ആൻസർ കിട്ടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ സീരീസ് രീതിയിൽ എടുത്താൽ 7, 9, 11, 40 to 72. അപ്പോൾ അവിടെ വരുമ്പോൾ നല്ല ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു സീരീസ് രീതിയിൽ വരാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് നോക്കുക. അനലോഗി രീതിയിൽ നോക്കുക. 7 ഓപ്പോസിറ്റ് 42, 9 ഓപ്പോസിറ്റ് 72 വന്നാൽ 11 ഓപ്പോസിറ്റ് എന്ത് വരുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ ഇവിടെ രണ്ട് രീതിയിൽ പറയാം. ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ താണ്ടെ 7ന്റെ സ്ക്വയർ എത്ര? 49 അല്ലേ? അതിൽ നിന്ന് വീണ്ടും ഒരു 7 കുറച്ചേക്കുന്നതല്ലേ ഈ 42 എന്ന് പറയുന്നത്. ഈ 9ന്റെ സ്ക്വയർ 81 അല്ലേ? അതിൽ നിന്നൊരു 9 കുറയ്ക്കുന്നതല്ലേ ഈ 72 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 11ന്റെ സ്ക്വയറിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? 11 തന്നെ കുറയ്ക്കുക. അപ്പോൾ 121 - 11 110 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഇനി ഇത് വേറെ രീതിയിലും ചെയ്യാം. വേറെ രീതിയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ 7 × 6 ആണ് 42. ഓക്കെ, ഇവിടെ 9 × 8 ആണ് 72. അപ്പോൾ എന്താണ് കണക്ഷൻ? ഈ നമ്പറിനെ അതിനേക്കാളും 1 കുറവുള്ളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഈ വന്നേക്കുന്ന നമ്പറിനെ അതിനേക്കാളും 1 കുറവുള്ളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളിനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ 11നെ എന്ത് ചെയ്യണം? 11നെക്കാട്ടിലും 1 കുറവുള്ള നമ്പർ 10. ആൻസർ ആയില്ലേ? 110 എന്നുള്ള കിട്ടത്തില്ലേ? ഇവിടെ ഈ അനലോഗി രീതിയിലാണ് വരുന്നത്, സീരീസ് രീതിയിൽ കിട്ടത്തില്ല. അനലോഗി രീതിയിൽ തന്നെ രണ്ട് രീതിയിൽ എടുത്താലും നമുക്ക് എന്താണ് ആൻസർ സെയിം ആണ്. ഓക്കെ, 110 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. വീണ്ടും ഒരു സർക്കിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കാം 2, 5, 6, 7. അപ്പോൾ ഇത് സീരീസ് രീതിയിൽ എടുത്താൽ നിങ്ങൾ നോക്കി 7 കഴിഞ്ഞ് വീണ്ടും കുറയുവാണ്. മനസ്സിലായി? ഇവിടെ വരെ കൂടി വന്നു, വീണ്ടും കുറഞ്ഞു, വീണ്ടും കൂടി. അപ്പോൾ ഒരു പാറ്റേൺ വരുന്നില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവണം. അപ്പോൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് വീണ്ടും ഓപ്പോസിറ്റ് എടുക്കുക. ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ മാറിപ്പോലെ 2ന് ഓപ്പോസിറ്റ് 3. ഓക്കെ, 5ന് ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ മാറിപ്പോലെ 9, 6ന് ഓപ്പോസിറ്റ് 11. അങ്ങനെയാണ് 7ൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 2ന് കറസ്പോണ്ടിങ് വന്നിരിക്കുന്നത് 3, 5ന് കറസ്പോണ്ടിങ് വന്നിരിക്കുന്നത് 9, 6ന് വന്നിരിക്കുന്നത് 11 ആണെങ്കിൽ 7ന് പകരം 7ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? സൂക്ഷിച്ച് നോക്കിയാൽ ആൻസറായി. എന്താണ്? ഡബിൾ -1. അതായത് ഇൻറ്റു 2 - 1 എന്നുള്ള പാറ്റേൺ അല്ലേ? ഡബിൾ എടുക്കുക, 1 കുറയ്ക്കുക. ശരിയല്ല? അതാണ്ട് 5ന്റെ ഡബിൾ 10 -1 9, 6ന്റെ ഡബിൾ 12 -1 11. ആൻസറായി 7 × 2 - 1 14 - 1 13. ഇത്രയേ ഉള്ളൂ. 13 എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഇപ്പോൾ ചെയ്യേണ്ട ഒരു അപ്രോച്ചാണ്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എടുക്കേണ്ട ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിന് വലിയ പാട് വരുത്തില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് നോക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മിസ്സിംഗ് നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനലോഗി, സീരീസ് ഇവരുടെ എല്ലാവരും ആപ്ലിക്കേഷൻ ലെവലാണ്. ഇത് നമുക്ക് ഒരു ബോക്സ് ടൈപ്പ്, ഒരു ബോക്സ് റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ബോക്സിനകത്ത് ഇട്ട് ചോദിക്കാം. ഒരു സർക്കിൾ രീതിയിൽ തന്നിട്ട് ചോദിക്കാം. ഒരു ട്രീ പോലെ തന്ന് ചോദിക്കാം. ഇനി ജസ്റ്റ് നമ്പേഴ്സ് ജസ്റ്റ് അല്ലാതെ ഇതിൽ തന്നു വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വന്നാലും അത് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിശ ആപ്പ് വഴിയായിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് കേട്ടതിന് താങ്ക് യു. ഓക്കെ.